തിരുവനന്തപുരം നഗരമധ്യത്തിൽ വിശ്രമിക്കാനും വിനോദത്തിനുമായി ഒരു കേന്ദ്രം. നേമമണ്ഡലത്തിലെ നീറമൺകര ആഴാങ്കൽ പദ്ധതിയാണ് ജില്ലയിലെ മികച്ച ടൂറിസം കേന്ദ്രങ്ങളിൽ പൂർണ്ണ സജ്ജമാകുന്നത്. നേമം MLA കൂടിയായ മന്ത്രി വി ശിവൻകുട്ടി സ്ഥലം സന്ദർശിച്ച് പദ്ധതിയുടെ അവസാനഘട്ടങ്ങൾ ഒരുക്കങ്ങൾ വിലയിരുത്തി. കരമനയാറിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് യോഗ ചെയ്യാനുള്ള സൗകര്യങ്ങൾ, കുടുംബങ്ങൾക്ക് ഒത്തുചേരാൻ പറ്റുന്ന സംഗമ സ്ഥലങ്ങൾ, ഫോട്ടോഷൂട്ട് പോയിന്റ്, ഫിഷിംഗ് പോയിന്റ് തുടങ്ങി എല്ലാ വിനോദത്തിനുമായൊരിടം. കരമനയാറിന്റെ തീരത്തെ നിറമൺകര മുതൽ ആഴാങ്കൽ വരെയുള്ള നടപ്പാതയുടെ നവീകരണവും വികസനവും സൗന്ദര്യവൽക്കരണവും മുൻനിർത്തിയാണ് പദ്ധതി സ്മാർട്ട് സിറ്റിക്ക് സമർപ്പിച്ചത്. പദ്ധതി പൂർണ്ണ സജ്ജമാകുന്നതോടെ തലസ്ഥാന നഗരിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസം കേന്ദ്രമായി ഈ പ്രദേശം വികസിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. തലസ്ഥാന നഗരിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസം കേന്ദ്രമായി ഇത് ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. കരമനയാറിന്റെ കുറുകെ തൂക്കുപാലം നിർമ്മിക്കുന്നതിനായി കെല്ലിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. നിയമമണ്ഡലത്തിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികസന പ്രവർത്തനമാണ്. ഞാനത് സന്ദർശിക്കാൻ വേണ്ടിയാണ് ഇവിടെ എത്തിച്ചേർന്നത്. ഒരു മാസത്തിനകം പൂർണ്ണമായി തന്നെ ഇതിൻ്റെ പണി പൂർത്തീകരിച്ച് ഉദ്ഘാടനം നിർവഹിക്കും. ആഴാങ്കൽ നടപ്പാത 2 കിലോമീറ്ററോളം നീളത്തിൽ നവീകരിക്കുന്നതിനൊപ്പം തറയോട് പാകിയ നടപ്പാത, പാർക്കിംഗ് സൗകര്യം എന്നിവയും ഏർപ്പെടുത്തും. 17.6 കോടി രൂപയാണ് പദ്ധതിക്കായി അനുവദിച്ചത്. ആറിന്റെ തീരത്തെ കടുവകളുടെ സൗന്ദര്യവൽക്കരണവും റേഡിയോ പാർക്ക് സ്ഥാപിക്കലും പദ്ധതിയോടനുബന്ധിച്ച് നടക്കും. 1 കിലോമീറ്റർ നീളത്തിലുള്ള സൈക്കിൾ പാത നിർമ്മാണവും പുരോഗമിക്കുകയാണ്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.